ഇതാ ബൺറൊട്ടിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണിക്കാം. ഇതിന് പച്ചരി കുതിർത്ത് വെച്ചതും ഉലുവ കുതിർത്ത് വെച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചീരുള്ളി ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി, തേങ്ങ, ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കാം, ചിരകി വെച്ചത്, അവിൽ കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം, കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മാവ് നമ്മൾ അരച്ചെടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം, അതുപോലെ തന്നെ അപ്പക്കാരം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതായത് നമുക്ക് നാളെ രാവിലെ കാണിക്കാം. നേരം വെളുത്തപ്പോൾ മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. നമുക്കിതിനി കോരി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബൺ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.